ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. റൂവിയിലാണ് കേട്ടോ ക്ഷേത്രം. നമ്മുടെ ഗോവയിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് റൂവിലോട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ട് കൂടെ. നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് വന്നന്ന് രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് കാലൊക്കെ കഴുകിയിട്ടാണ്. പക്ഷേ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം അത്രയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അവിടെ അമ്പലത്തിനുള്ളിലൊന്നും ക്യാമറ അലൗഡല്ല. അപ്പോൾ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയൊന്നും എടുത്തിട്ടില്ല. ഉള്ളിൽ നിന്നുള്ള ഒരു വ്യൂ കുറവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അവിടെ നിന്ന് നല്ല ഫ്ലവറൊക്കെ പറിച്ചിട്ട്, നല്ല രസമല്ലേ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്ലവറൊക്കെ പറിച്ച് നമ്മളിങ്ങനെ അവിടുന്ന് നേരെ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. ആ ക്ഷേത്രം കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ഷേത്രമാണ്. അപ്പം നമ്മൾ അടുത്ത ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ ശിവക്ഷേത്രമാണ് കേട്ടോ. ശിവക്ഷേത്രം അടിപൊളി ക്ഷേത്രമാണ്. നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മളെ നാട്ടിലൊരു വൈബ് കിട്ടൂല. അപ്പോൾ ഇത് ഷിപ്പാണ് കേട്ടോ. വലിയ ഷിപ്പാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ആ വ്യൂസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ കുറേ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അപ്പുറം വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശിവക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അവിടെ കയറിയപ്പോഴാണ് കേട്ടോ ശരിക്കും ഒരു നല്ലൊരു നാട്ടിലെ ഒരു വൈബ് വന്നത്. അതായത് നാട്ടിലുള്ള അമ്പലത്തിൽ പോയ പോലെ തോന്നിയത് നമ്മുടെ ശിവക്ഷേത്രത്തിൽ പോയപ്പോഴാണ്. അല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോയൊരു ഫീൽ നമുക്കില്ലായിരുന്നു. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അവിടെ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു വൈബും ആ ഒരു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലില്ല കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു വിളക്ക് കത്തിക്കുന്ന പുറത്ത് കയറുമ്പോഴാണെങ്കിലൊന്നും ഒരു അമ്പലത്തിനെ പോലെ തോന്നില്ല. ഉള്ളിലാണെങ്കിലും അതെ, ഒരു പ്രതിഷ്ഠയോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ കണ്ടോ, ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരുപാട് നല്ല നീല കടലാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലക്കടലിനടുത്ത് ഒരുപാട് ഈ പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പം നമ്മുടെ ശിവക്ഷേത്രത്തിലെത്തി ഗൈസ്. അപ്പം നമ്മൾ ശിവക്ഷേത്രത്തിലെത്തിയപ്പം പുറത്തായിട്ട് മുരിങ്ങയുടെ ഇലയും മുരിങ്ങാക്കായും കറിവേപ്പിലയും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ചെരുപ്പൊക്കെ അഴിച്ചു. അതിനുശേഷം നമ്മൾ കാല് കഴുകണം, എന്നിട്ടാണ് ഉള്ളോട്ട് കയറേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു അമ്പലത്തിൻ്റെ വൈബ് കിട്ടിയത് ഇവിടെ കയറിയപ്പോൾ കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. നമ്മുടെ മനസ്സൊക്കെ എന്താ പറയുക, ഭയങ്കര റിഫ്രഷ് ആവുന്ന പോലെ തോന്നും. അത്രയും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ തുളസി ഉണ്ട് കേട്ടോ അവിടെ നന്നായിട്ട്. അപ്പം നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി. അപ്പോൾ അവിടെ പ്രസാദമായിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകറിയൊക്കെ പോലുള്ള ഒരു സാധനവും പിന്നെ ഫ്രൂട്ട്സൊക്കെ ആട്ടോ ഇവിടെ പ്രസാദമായിട്ട് കിട്ടുന്നത്. എല്ലാതരം ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. ഫ്രൂട്ട്സ് ആയതുകൊണ്ട് വലിയ മധുരമുള്ളതൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തു കേട്ടോ. നമ്മളിവിടെ കടല കണ്ടോ, കടല കറക്റ്റ് നമ്മുടെ കൂട്ടുകറി പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വന്ന് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നന്ദിയുണ്ട്, ശിവഭഗവാനുണ്ട്, അങ്ങനെ എല്ലാവരെയും ഇതങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ. ഇത് തുളസി കേട്ടോ, നല്ല ഫ്രഷ്, നല്ല തുളസി, നന്നായിട്ട് ഇലയൊക്കെ നല്ല ഇലയായിരുന്നു. അപ്പോൾ ജസ്റ്റ് അപ്പം നമ്മൾ കൂടെ ഒന്ന് കാണിച്ചു, നമ്മളുണ്ടെന്ന് അറിയണമല്ലോ. അപ്പം നമ്മൾ എല്ലാവരെയും ഒന്ന് കാണിച്ചു. അങ്ങനെ കണ്ടോ, അവിടെയുള്ളൊരു വ്യൂ ആണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. ഒരു അടിപൊളി അമ്പലമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അമ്പലത്തിൻ്റെ ഒരു വൈബ് വരണമെങ്കിൽ കറക്റ്റ് ശിവക്ഷേത്രത്തിൽ പോയാലാട്ടോ മസ്കറ്റിൽ അമ്പലത്തിൻ്റെ ഒരു വൈബായിട്ട് തോന്നുക. ഇവിടെ അതുപോലെ തന്നെ കണ്ടോ, ചന്ദനമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ മറ്റേ ചന്ദനമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കുങ്കുമം വെക്കും, അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. അതെടുത്ത് തൊടുക നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു നേരെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ. ഞാൻ വരുന്ന സമയത്തും ഇതേപോലെ കുറേ വ്യൂസ് കാണിച്ചില്ലേ. അപ്പോൾ ഈ നീലക്കടലിനുള്ള ഈ അതിൽ കാണുന്ന പോലെയല്ല, കറക്റ്റ് ആ ഒരു ബ്ലൂ ആയിട്ട് തന്നെയാണ് കേട്ടോ ആ കടൽ കാണുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റൂലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ജസ്റ്റ് എടുത്തു ഈ നീലക്കടലും
ചുറ്റിനും ഫുൾ പാറകളും മലകളും ഒക്കെ ആയിട്ട് നിറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. അതുപോലെ തന്നെ നല്ല ഷിപ്പ് കാണാനുണ്ടായിരുന്നു. പിന്നെ രാജാവിൻ്റെ ഷിപ്പോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നൗക അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. അതും നമ്മൾ നിർത്തിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല വെയിലാണ്. പിന്നെ അവിടെ എവിടെയൊന്നും നിർത്താൻ പറ്റില്ല, നാട്ടിലെ പോലെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ടൊന്നും കാണാൻ പറ്റുന്നൊരു സ്ഥലമല്ല. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ നൗക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, എന്ത് രസമോ കാണാൻ, നല്ല ഭംഗിയുള്ള നൗകയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റ് കയറി കേട്ടോ. അപ്പോൾ കുറച്ച് ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. മത്രയിൽ ഫിഷ് മാർക്കറ്റ് അടിപൊളിയാണ്, നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല പെടയ്ക്കുന്ന മീനും ഉണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി ഫിഷസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നവരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇതുവരെ കാണാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫിഷിനെയൊക്കെ കണ്ടു കേട്ടോ. ഇതൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. ഇത് പിടയ്ക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഫ്രഷ് മീനാണ് ഇവിടെ ഈ വെച്ചിരിക്കുന്നതൊക്കെ പിടച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊന്നും ഫ്രഷ് മീൻസ് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്ന ഫിഷൊന്നുമല്ല, പക്ഷെ ഫ്രഷാണ് കേട്ടോ എല്ലാം. നമ്മളിവിടുന്ന് ഒരു 2 റിയാലിനായിട്ട് ചൂര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കറി വെച്ചിട്ട്. അപ്പോൾ അത്രയും ഫ്രഷ് ആയിരുന്നു ഫിഷൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്തോ ഫിഷാണ്, എനിക്കറിയില്ല, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ട് കേട്ടോ. നല്ല കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിളങ്ങുന്നത്. അതുപോലെ തന്നെ കരിമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മീനൊക്കെ കാണിച്ചവർ, കരിമീൻ എന്നാണ് പറഞ്ഞത്, അറിയില്ല എനിക്ക് കരിമീനാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെല്ലായിടത്തും പോയിട്ട് റേറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് മറ്റേ പൂമീൻ എങ്ങാണ്ടോന്ന് തോന്നുന്നു. പിന്നെ ചൂരയ്ക്ക് അതുപോലെ ഒന്നായിട്ട് 2 റിയാൽ ഇവിടെ നിന്നാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിന് 1 റിയാൽ എങ്ങാണ്ടും വെച്ചിട്ട് അങ്ങനെ മേടിച്ചു. ഞങ്ങൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആകെ മേടിച്ചത് അതാണ്. പിന്നെ ഒരുപാട് മീനുണ്ട്, എന്ത് രസമാണെന്നറിയുക. ഇതൊക്കെ എഗ്ഗാണ് കേട്ടോ, എഗ്ഗ്. അപ്പോൾ അടിപൊളി മീനിൻ്റെ ഒരു കളക്ഷൻ തന്നെ നമ്മുടെ ഈ മാർക്കറ്റിലുണ്ട് കേട്ടോ. നമ്മുടെ മസ്കറ്റിൽ ആരുണ്ടെങ്കിലും നമ്മുടെ മത്രയിലെ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കണം, അടിപൊളിയാണ്. ഒരുപാട് മീനുകളുണ്ട്, നമുക്ക് വേണ്ടത് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവിനും കിട്ടും, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് മീനൊക്കെ മേടിച്ച് നേരെ വന്നത് ഹോട്ടലിലോട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയാണ്. ഫുഡ് മീൻസ് ഒരു 11 മണിയൊക്കെ ആയി കാണും നമ്മളവിടെ തിരിച്ച് വരുമ്പം. അപ്പോൾ നമ്മൾ ചായ കഴിച്ചു. ഞങ്ങൾ പൊറോട്ടയാണ് വാങ്ങിയത്, ചിലർ മസാല ദോശ വാങ്ങി, പൂരി വാങ്ങി. അപ്പം എനിക്ക് പൊറോട്ടയാണ് ഇഷ്ടം, ഞാൻ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു ഗൈസ്. അപ്പം നമ്മളിതാ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നേരെ വീട് പിടിക്കണം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നേരത്തെ എഴുന്നേറ്റു. അപ്പം ടാറ്റാ ബൈ, സീ യു.